എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഈസ നബി അലൈഹിസ്സലാമിനോട് പറയുകയാ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ തമ്മാടിയായ മനുഷ്യനായിരുന്നു. അയാൾ വല്ലാതെ തെറ്റ് ചെയ്ത മനുഷ്യനായിരുന്നു. അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അയാളെ മരണശേഷം അയാളുടെ ഭാര്യ പ്രസവിച്ചു കുട്ടിയെ. അതേ പഠന സമയമായപ്പോ കലാലയത്തിലേക്ക് അയച്ചു, മദ്രസയിലേക്ക് അയച്ചു. ഉസ്താദ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കുട്ടിതാ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ, ഭൂമി ലോകത്ത് ഭൂമിയുടെ പുറത്ത് വെച്ചൊരു കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ, ആ കുട്ടിയുടെ പിതാവിനെ എങ്ങനെയാ ഖബറിന്റെ അകത്ത് വെച്ചുകൊണ്ട് ഞാൻ ശിക്ഷിക്കുന്നത്? എനിക്ക് ലജ്ജ തോന്നുകയാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മോന് ഒരു ബിസ്മി പറഞ്ഞതിന്റെ പേരില് അല്ലാഹു ആ തമ്മാടിയായ മനുഷ്യനെ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? ബിസ്മിയുടെ മഹത്വം വല്ലാത്തതാ എന്റെ മുഅ്മിനീങ്ങളെ. ഖുർആൻ നമ്മൾ അടുപ്പിച്ചോ. നാളെ ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോ അവിടെ ഫാനില്ലടോ, അവിടെ എയർ കണ്ടീഷൻ ഇല്ല, ആധുനിക സംവിധാനങ്ങളില്ല. മുകളിലോട്ട് നോക്കിയാൽ പാവുകല്ല് മാത്രം, താഴേക്ക് നോക്കിയാൽ മൺകൂലുകൾ മാത്രം. ഇടുങ്ങിയ ഖബറിൽ കിടക്കുമ്പോ നമുക്ക് ടൈം പാസിന്റെ ആള് വേണോ? ഖുർആൻ ഓതിക്കോ. അത് വെറും റമദാനിൽ മാത്രമാക്കാതെ ജീവിതത്തിൽ ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ അനുയായികളോ മദീനയിൽ ഒരു സദസ്സില്ല. ആ സമയത്ത് ഇതാ ടക്കെന്ന് പറഞ്ഞൊരു കുതിരയുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോ പരിചയമില്ലാത്തൊരു മനുഷ്യൻ കുതിരപ്പുറത്തിലൂടെ വരികയാ. എവിടെന്നാ വന്നത്? റോം രാജാവിന്റെ അടുക്കൽ നിന്ന് വരികയാ. അത് റോമക്കാരനായിരുന്നു. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുക്കുന്നു. ഇതിന് മറുപടി തരണം ഉമർ, യാ അമീറൽ മുഅ്മിനീൻ. എടുത്ത് വായിച്ചപ്പോ റോമൻ ചക്രവർത്തി എഴുതിയതെന്താ? എനിക്ക് വല്ലാത്തൊരു തലവേദനയുണ്ട്. എല്ലാ ചികിത്സകളും ഞാൻ നടത്തിയിട്ട് എന്റെ തലവേദന മാറിക്കിട്ടുന്നില്ല. നിങ്ങളടുത്ത വല്ല ചികിത്സയുമുണ്ടോ? എന്റെ തലവേദനയ്ക്ക് നിങ്ങൾ മരുന്ന് കൊടുത്തയക്കണേ. റോമക്കാരന്റെ കയ്യിൽ തൊപ്പി കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞത് രാജാവിനോട് അണിയാൻ പറയണോ, രാജാവിനോട് ധരിക്കാൻ പറയണോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മനുഷ്യൻ ദൂതൻ പോയിട്ട് രാജാവിന്റെ കയ്യിൽ തൊപ്പി കൊടുത്തു. രാജാവിതാ തലയിൽ തൊപ്പിയണഞ്ഞു. സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് വരുന്ന പണങ്ങൾ ചെലവഴിച്ചിട്ട് ഉള്ള വൈദ്യന്മാരെ കൊണ്ട് മുഴുവനും പരിശോധിപ്പിച്ചിട്ട് പോകാത്ത തലവേദന പോയത് അത്ഭുതമാ. തൊപ്പിയൂരുമ്പോൾ വീണ്ടും തലവേദന വരുന്നു. തൊപ്പിയിടുമ്പോ തലവേദന നിൽക്കുന്നു. റോമൻ ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി. എന്തായി തൊപ്പിയിലുള്ള രഹസ്യമെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് അയാൾ തൊപ്പിന്റെ അകത്തങ്ങോട്ട് കീറുകയാ. തൊപ്പി അങ്ങോട്ട് കീറിയപ്പോ ഒരു തോൽ കഷ്ണം കാണുകയാ. ആ തോൽ കഷ്ണത്തിൽ എഴുതി വെച്ചത് എന്തായിരുന്നു മുഅ്മിനീങ്ങളെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് അയാളുടെ തലവേദന പോയത് കണ്ടില്ലേ നിങ്ങൾ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ്
ഈ ഫിറൗനിനെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ റബ്ബേ, ഇവനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം അല്ലാ, ഇവനെ ദുനിയാവിൽ ബാക്കിയാക്കല്ല റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, എന്റെ നോട്ടം അവന്റെ കൊട്ടാരത്തിലാണ്. അതേ ഫിറഔൻ അഹങ്കാരിയാകുന്നതിന് മുമ്പ്, ധിക്കാരിയാകുന്നതിന് മുമ്പ്, ഹുങ്കാരത്തിന്റെ മൂർത്തിമൽ ഭാവമാകുന്നതിന് മുമ്പ് ഫിറഔൻ അവന്റെ വീട്ടിന്റെ ചുമരിൽ എഴുതി വച്ചിരുന്നു എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫിറൗനിനെ നശിപ്പിക്കാൻ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞതെന്താ? എന്റെ നോട്ടം അവന്റെ വീടിന്റെ ചുമരിലേക്കാ. പ്രിയപ്പെട്ടവരെ, ചരിത്രകാരന്മാര് പറയുന്നു, ആ കൊട്ടാരത്തിൽ വെച്ച് ഫിറൗനെ നശിക്കാതെ അല്ലാഹു വെള്ളത്തിൽ വെച്ച് നശിപ്പിച്ചത് ആ വീട്ടിൽ ബിസ്മി എഴുതിയത് കൊണ്ടാ. മാത്രം വലിയ മഹത്വമുള്ളതാ ഖുർആൻ. ഖുർആനിലെ ആയത്തുകള് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, ഖുർആൻ ഓതുന്ന വീട്ടില് റഹ്മത്തിന്റെ മലക്ക് വരും കേട്ടോ. ഖുർആൻ ഓതുന്ന വീട്ടില് ശൈത്താന്മാര് ഓടിപ്പോകും. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ആരെങ്കിലും സൂറത്തുൽ ബഖറ അവന്റെ വീട്ടിൽ പാരായണം ചെയ്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പിശാച് പോകുമെന്നല്ല, പിശാച് ഓടും എന്നാ. മഹാനായ ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു തആല ഖുർആൻ ഓതുമ്പോ ആകാശത്തിലേക്ക് നോക്കും, ഒരു കൊട പോലെ, വെളുത്ത വസ്ത്രം കൊട പോലെ ഒരു വെള്ളക്കൊട ഇങ്ങോട്ട് ഇറങ്ങി വരികയാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഉസൈദ് ഇബ്നു ഖുദൈറിന്റെ തൊട്ടടുത്ത് കെട്ടിയിരുന്ന ഒട്ടകത്തിന്റെ കയറ് പൊട്ടിക്കാൻ തുടങ്ങി. ഒട്ടകം വല്ലാത്ത ചാട്ടം ചാടാൻ തുടങ്ങി. ഉസൈദ് ഇബ്നു ഖുദൈർ ഖുർആൻ ഓത് നിർത്തി. വീണ്ടും ഖുർആൻ ഓതുമ്പോ ഒട്ടകം പിടക്കാൻ തുടങ്ങി. ഓത്ത് നിർത്തുമ്പോ ഒട്ടകത്തിന്റെ പിടയിലും നിന്നോ വീണ്ടും മഹാനായ ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോ ഒട്ടകം പിടയാൻ തുടങ്ങി. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നീലാകാശത്തിന്റെ മാറിടത്തിൽ പുഞ്ചിരിക്കുന്ന അമ്പിളിയമ്മാവനെ പോലെ പ്രശോഭിതമായ വദനത്തിന്റെ ഉടമയായ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് ഉസൈദ് ഇബ്നു ഖുദൈർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഖുർആൻ ഓതുമ്പോ എന്റെ ഒട്ടകം പിടക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആകാശ ലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നതാ. ആ കാഴ്ച കണ്ടിട്ട് ഒട്ടകം പിടച്ചു പോയതാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 24 മണിക്കൂറും റേഡിയോ മാംഗയുടെ പിറകിലാകല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, സിനിമയുടെ പിറകിലാകല്ലേ. ഇക്കിളിപ്പെടുത്തുന്ന ഗാനങ്ങളുടെ പിറകിലാകല്ലേ. വളർന്നു വരുന്ന മക്കളോട് ഖുർആൻ ഓതി പഠിപ്പിക്കണോ, അവർ ഖുർആൻ ശീലിക്കുന്നവരാകണോ. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ ഖറസ് ഇബ്നു ഉമർ റളിയല്ലാഹു ഇമാം നസാലി റളിയല്ലാഹു അൻഹു തന്റെ ഹിയായി രേഖപ്പെടുത്തുകയാ. മഹാനായ ഖറസ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഒരു രാത്രിയിൽ പൊട്ടി കരയുകയാ. ഖറസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു പോയോ? ബഹുമാനപ്പെട്ട ഖറസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ എനിക്ക് പ്രശ്നമില്ല. എന്റെ മക്കള് മരിച്ചാൽ എനിക്ക് ഇത്ര വലിയ ദുഃഖമുണ്ടാകില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, ഇന്നലെ രാത്രി ഖുർആൻ ഓതാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ നഷ്ടപ്പെട്ടു പോയ ദിവസം ഇനി എനിക്ക് തിരിച്ചു വരില്ലല്ലോ.
കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അവർ ഖുർആൻ ഓതാത്ത ദിവസം ഉണ്ടായിട്ടില്ല. ദുനിയാവിന്റെ തിരക്കുകൾക്കിടയില് ഖുർആൻ മറന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ കണ്ടില്ലേ മഹദിയായ നഫീസത്ത് റളിയല്ലാഹു അൻഹാ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിലല്ലേ ലോകത്തോട് വിട പറഞ്ഞു പോയത്? വൈദ്യം വന്നിട്ട് പറഞ്ഞില്ലേ, ഓ നഫീസത്തുൽ മിസ്രി, നഫീസത്തുൽ മിസ്രി നോമ്പ് നോക്കിയ ദിവസമല്ലേ മരണപ്പെട്ടു പോയത്? വൈദ്യം വന്നിട്ട് നോമ്പ് കുറിക്കാൻ പറഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇല്ല, നോമ്പ് മുറിക്കുന്ന പ്രശ്നം തന്നെ ഇല്ല. ആ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബർ തുറന്നു വെച്ചിട്ട് ആ ഖബറിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നത്. മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. മുജാഹിദീങ്ങൾ പറയാറുണ്ട്, മാനിദാ സൂറത്ത് പറഞ്ഞിട്ടൊരു സൂറത്തില്ല എന്ന്. എടോ മൗലവി, മാനിദ എന്ന് പറഞ്ഞാൽ സൂറത്തിന്റെ പേരല്ല, മാന്യദേഹമുള്ള സ്ത്രീ. സൂറത്ത് അൻആം ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബൈത്തിന്റെ മുമ്പില്, ആ പദ്യത്തിന്റെ മുമ്പിൽ അത് പറയുന്നുണ്ട്, പരിശബീവിൽ മൗത്ത് വന്ന് ഹദിറായ വക്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന മാലയുണ്ടല്ലോ, അതിന്റെ അവസാനം മാനിദ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഫർള് നിസ്കരിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഷഹീദായത് മുഅ്മിനീങ്ങളെ. നമ്മുടെ ഭരണഘടന ഖുർആനാണ്. അതേ, ആ ഖുർആനുമായി അടുക്കാനോ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതിയാൽ നമ്മുടെ ഖൽബ് ക്ലിയറാകും കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. അല്ലാഹു